നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കീം റാങ്ക് പട്ടിക സംബന്ധിച്ച ഹർജി സുപ്രീം കോടതി നാളെ വീണ്ടും പരിഗണിക്കും. അവസാന നിമിഷം ഏകീകരണ ഫോർമുല മാറ്റിയത് എന്തിനെന്ന് സുപ്രീം കോടതി ചോദിച്ചു. കീം റാങ്ക് പട്ടിക പുനഃക്രമീകരിച്ചതുമായി ബന്ധപ്പെട്ട് കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ സർക്കാരിനെ നോട്ടീസ് അയക്കാതെയായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം. ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട കാർ കാൽനടയാത്രക്കാർക്കിടയിലേക്ക് പാഞ്ഞുകയറി 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. തൃപ്പൂണിത്തുറ ഇരുമ്പനം സ്വദേശിനികളായ കറാച്ചുള്ളിയിൽ രാജലക്ഷ്മി, തച്ചേത്ത് ശാന്ത എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്നും വീണ് യുവതിക്ക് പരിക്കേറ്റു. ചൊവ്വലൂർപ്പടി സ്വദേശിനിയായ യുവതിക്കാണ് പരിക്കേറ്റത്. ഒരളാശ്ശേരിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. തിരുവില്ലാമല എരവത്തൊടി ചാങ്കോത്ത് വീട്ടിൽ വേലായുധന്റെ മകൻ സുധീന്ദ്രനാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. തിരുവത്രയിൽ വീടിനു നേരെ ആക്രമണം. തിരുവത്ര പുത്തൻകടപ്പുറം AC പടിക്ക് കിഴക്ക് ചിങ്ങനാത്ത് അബ്ദുള്ളമോന്റെ വീടിനു നേരെയാണ് അജ്ഞാതരുടെ ആക്രമണം നടന്നത്. കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഭരണപക്ഷ അംഗങ്ങളെ LDF അംഗങ്ങൾ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് കോടശ്ശേരി പഞ്ചായത്തിൽ UDF ഹർത്താൽ ആചരിക്കുന്നു. ചെട്ടിക്കുളത്തും കുറ്റിച്ചിറയിലും UDFന്റെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. ഹരിതകർമ്മസേന തിരഞ്ഞെടുപ്പ് ഭരണപക്ഷം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് LDF പ്രവർത്തകരും പ്രകടനം നടത്തി. കൊടുങ്ങല്ലൂരിൽ നഗരസഭാ ചെയർപേഴ്സണെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് LDF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിനിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിന് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. LDFന്റെയും BJPയുടെയും നേതാക്കളും നഗരസഭാ കൌൺസിലർമാരും ഉൾപ്പെടെയുള്ള കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാളയിൽ 2 ഇടങ്ങളിൽ റോഡിൽ നിരവധി ചാക്കുകളിലായി തള്ളിയ ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. കോട്ടയ്ക്കൽ വലിയപറമ്പ് റോഡ്, മാള KK റോഡ് എന്നിവിടങ്ങളിലാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ വൻതോതിൽ തള്ളിയിരിക്കുന്നത്. പെരിങ്ങനത്ത് കപ്പേളയുടെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. പെരിങ്ങനം പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയുടെ ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിർണായക തീരുമാനമായത്. അതിരപ്പിള്ളിയിലെ റിസോർട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ കാട്ടാന ആക്രമിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ റിസോർട്ടിന്റെ മതിൽ മറിച്ചിട്ടാണ് ആന റിസോർട്ടിൽ കടന്നത്. എറണാകുളത്തെ ഗ്രീൻലാൻഡ് ട്രാവൽസ് ഉടമയുടെയും മലപ്പുറം സ്വദേശിയുടെയും കാറുകളാണ് ആന തകർത്തത്. യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുവാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ജില്ലാ ട്രഷറർ ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ ആളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറമനേങ്ങാട് നെല്ലിപ്പറമ്പിൽ മമ്മുണ്ണി എന്ന് വിളിക്കുന്ന മരക്കാർ അബ്ദുള്ളയാണ് അറസ്റ്റിലായത്. പോക്സോ വകുപ്പ് ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. CPI വെങ്കിടങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPI നേതാവായിരുന്ന CA സതീന്ദ്രൻ അനുസ്മരണം നടത്തി. പാവറട്ടി മണലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ബെന്നി ആന്റണി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭ 35ാം ഡിവിഷനിൽ മഹാത്മാ കുടുംബ സംഗമം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ് ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം സ്വാവനീർ പ്രകാശനം നടന്നു. ഗാനരചയിതാവ് ഷിബു ചക്രവർത്തി, സ്വാവനീർ കോർഡിനേറ്റർ അണ്ടേക്കാട്ട് വേണുഗോപാലിനെ ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു. തോളൂർ പഞ്ചായത്ത് പുതിയതായി നിർമ്മിച്ച ഗ്യാസ് ക്രിമിറ്റോറിയമായ ശാന്തി തീരം നാടിനെ സമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സേവചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു.
മാള പഞ്ചായത്ത് കെ എ തോമസ് സ്മാരക ഗ്രന്ഥശാലയുടെ വാർഷിക പൊതുയോഗം മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നബീസത്ത് ജലീൽ അധ്യക്ഷയായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നടത്തുന്ന താൽക്കാലിക നിയമനങ്ങളിൽ SC/ST സംവരണം നടപ്പാക്കണമെന്ന കോടതി വിധി അട്ടിമറിച്ച സർക്കാർ ഉത്തരവിനെതിരെ സ്വജന സമുദായ സഭയുടെ നേതൃത്വത്തിൽ തൃശൂർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പ്രതിഷേധ ധർണ സ്വജന സമുദായ സഭ സംസ്ഥാന പ്രസിഡന്റ് PG സുഗുണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ ഡിസ്ട്രിക്ട് ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ലേബർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാഘോഷം സമാപിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ +2 ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം 25 വർഷത്തിനു ശേഷം നടന്നു. സിൽവർ ജൂബിലി സംഗമം പ്രിൻസിപ്പൽ ഡോക്ടർ അബി പോൾ ഉദ്ഘാടനം ചെയ്തു. അന്നമനട ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ക്ലാസ് റൂമും നവീകരിച്ച സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം മണ്ഡലത്തിൽ കുട്ടികളെ അണിനിരത്തി ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ആക്സിയം 4 ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ച് ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിലെത്തി. 18 ദിവസത്തെ ബഹിരാകാശവാസം കഴിഞ്ഞാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. ബഹിരാകാശ ദൌത്യം പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു. രാസവളത്തിന് വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘം തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AG's ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. രാസവളത്തിന്റെ വിലവർദ്ധനവിനെതിരെ കേരള കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ധർണ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ രാസവളങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ച് വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കർഷക സംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന ധർണ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം അബ്ബാസ് മാലിക്കുളം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ UDF-ഉം LDF-ഉം മത്സരിച്ചുകൊണ്ട് ഭീകരവാദികളെ പിന്തുണയ്ക്കുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. അക്രമ രാഷ്ട്രീയത്തിനുള്ള മറുപടിയാണ് സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ അംഗത്വമെന്നും ശോഭാ സുരേന്ദ്രൻ. പ്രമോഷനും നിയമനവും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കായിക അധ്യാപക സംഘടന പ്രക്ഷോഭത്തിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ രാവിലെ തൃശൂർ DDD ഓഫീസിന് മുന്നിൽ സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തും. കേരള കോൺഗ്രസ് ആളൂർ മണ്ഡലം സമ്മേളനം നടന്നു. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മട്ടത്തൂർ പഞ്ചായത്തിൽ തുടക്കമായി. യൂണിറ്റ് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB നിർവഹിച്ചു. വളപ്പാട് കുടുംബശ്രീ വാർഷികം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V ആർജിത്ത് അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായുള്ള മണ്ണ് പരിശോധന നടന്നു. KRDCL റെയിൽവേ ഓവർബ്രിഡ്ജ് സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. തൃശൂരിലെ കലാകായിക രാഷ്ട്രീയ സാമൂഹിക വ്യാപാര രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ബിന്നി ഇമ്മട്ടിയുടെ 1ാം ചരമവാർഷിക ദിനമായ വ്യാഴാഴ്ച ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷൻ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം ചേലക്കര കമ്മിറ്റി വെട്ടിക്കാട്ടിരിയിൽ ധർണ നടത്തി. പ്രവാസി സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി MK ശശിധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടി തകർന്ന റോഡും പൈപ്പും നന്നാക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. പഴയ കൾവേർട്ട് പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തികൾക്കും തുടക്കം കുറിച്ചു. പത്തനംതിട്ട കോന്നി താലൂക്കിലേക്ക് സ്ഥലമാറ്റം ലഭിച്ച കാരമുക്ക് വില്ലേജ് ഓഫീസർ DP ശ്രീലതയ്ക്ക് കാരമുക്ക് വില്ലേജ് ജനകീയ സമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. 10 കാരുണ്യ പദ്ധതികളുമായി പാവറട്ടി ലയൺസ് ക്ലബിന്റെ ദശവാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. ലയൺസ് വൈസ് ഗവർണർ KM അഷ്റഫ് കാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ 39ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 18 മുതൽ 20 വരെ റീജിയണൽ തിയേറ്ററിൽ നടക്കും. 18-ന് നടക്കുന്ന ട്രേഡ് യൂണിയൻ സൗഹൃദ സമ്മേളനം LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ആറാട്ടുപുഴ മന്ദാരക്കടവിൽ ഒരു സ്വകാര്യ ട്രസ്റ്റിന്റെ പേരിൽ സ്വാർത്ഥ ലാഭത്തിനായി കപടമായ ആചാര വിഷയമുയർത്തി ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് മന്ദാരക്കടവ് സംരക്ഷണ സമിതി രംഗത്ത്. മന്ദാരക്കടവിൽ ബലിതർപ്പണം നടത്തുന്നത് ആചാര ലംഘനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബലിതർപ്പണം ഏറ്റെടുത്ത് സാമ്പത്തിക ലാഭമുണ്ടാക്കാനുള്ള ഒരു സ്വകാര്യ ട്രസ്റ്റിന്റെ ശ്രമമാണ് പ്രശ്നങ്ങൾ വഷളാക്കുന്നതെന്ന് മന്ദാരക്കടവ് സംരക്ഷണ സമിതി പറഞ്ഞു. കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലയുടെ സർട്ടിഫിക്കറ്റ് വിതരണവും കായിക പ്രതിഭകളെ ആദരിക്കലും നടന്നു. തൃശൂരിൽ നടന്ന ചടങ്ങ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് VK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.